എന്നും വിവാദങ്ങൾ നിറഞ്ഞതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും ഭാര്യ ബ്രിജിറ്റ് മാക്രോണിന്റെയും ബന്ധം. 47-കാരനായ ഇമ്മാനുവലും 72-കാരിയായ ബ്രിജിറ്റും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു പ്രധാനപ്പെട്ടത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരുടെയും വിവാഹം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഫ്രാൻസിന്റെ പ്രഥമ വനിത പ്രസിഡന്റിന്റെ മുഖത്ത് തള്ളുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ പര്യടനം ആരംഭിക്കുന്നതിനായി വിയറ്റ്നാമിലെ ഹനോയിൽ എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുഖത്ത് ഭാര്യ ബ്രിജിറ്റ് മാക്രോൺ തള്ളുന്നതായി വന്ന വീഡിയോ രാജ്യത്തിന് തന്നെ നാണക്കേടാണ് സൃഷ്ടിച്ചത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ബ്രിജിറ്റ് മാക്രോൺ ഭർത്താവ് ഇമ്മാനുവൽ മാക്രോണിനെ അടിക്കുകയായിരുന്നോ അതോ തമാശ പറയുകയായിരുന്നോ? ചുവന്ന സ്ലീവുകളുള്ള 2 കൈകൾ മാക്രോണിനെ തള്ളി മാറ്റുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ആ നിമിഷം പിന്നോട്ട് മാറുകയും തല തിരിക്കുകയും ചെയ്യുന്നു. ആദ്യമൊന്ന് ഞെട്ടുന്ന മാക്രോൺ ക്യാമറകൾ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പുഞ്ചിരിക്കുകയും ചെറുതായി കൈ വീശുകയും ചെയ്തു. പിന്നീടുള്ള ദൃശ്യങ്ങളിൽ മാക്രോണും ഭാര്യയും വിമാനത്തിന്റെ കോണിപ്പടിക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അവർക്ക് കൈ നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല. പിന്നീട് അവർ പരവതാനി വിരിച്ച പടികളിലൂടെ ഒപ്പത്തിനൊപ്പം നടന്നു. ഈ സംഭവം ഫ്രാൻസിൽ ഉടൻ തന്നെ വാർത്തയാവുകയും ചെയ്തു. വീണ്ടും നാട്ടുകാർ ഇരുവരുടെയും വിവാദ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു. വർഷം 1993-ലാണ് 15 വയസ്സുകാരൻ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിലെ എമൻസിലുള്ള ലാ പ്രൊവിഡൻസ് എന്ന സ്കൂളിൽ വിദ്യാർത്ഥിയായി എത്തുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ബ്രിജിറ്റ് എസിയർ എന്ന ലാറ്റിൻ ഫ്രഞ്ച് തിയേറ്റർ അധ്യാപികയെ കണ്ടുമുട്ടുന്നത്. അന്ന് 39-കാരിയായിരുന്ന ബ്രിജിറ്റിന്റെ മകൾ ലോറൻസിന്റെ സഹപാഠിയായിരുന്നു മാക്രോൺ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരു ഭ്രാന്തൻ പയ്യനെക്കുറിച്ച് ലോറൻസ് ആണ് ബ്രിജിറ്റിനോട് ആദ്യമായി പറയുന്നത്. പിന്നീട് ഇമ്മാനുവൽ മിലാൻ കുന്നേരയുടെ ജാക്സ് ആൻഡ് ഹിസ് മാസ്റ്റർ എന്ന സ്കൂൾ നാടകത്തിൽ പ്രധാന വേഷം ചെയ്തപ്പോഴാണ് ബ്രിജിറ്റിനെ പരിചയപ്പെടുന്നത്. തുടർന്ന് എഡ്വാർഡോ ഡി ഫിലിപ്പോയുടെ ദി ആർട്ട് ഓഫ് കോമഡി എന്ന നാടകത്തിന്റെ ഭാഗങ്ങൾ തിരുത്തി എഴുതാൻ സഹായിക്കുമോ എന്ന് ബ്രിജിറ്റിനോട് ഇമ്മാനുവൽ ചോദിച്ചു. അപ്പോഴാണ് ഇരുവർക്കുമിടയിൽ പ്രണയം തളർത്തത്. അവർ ഓരോ വെള്ളിയാഴ്ചയും നാടകം ചർച്ച ചെയ്യാൻ കണ്ടുമുട്ടി. പതിയെ പ്രണയത്തിലുമായി. അന്ന് വിവാഹിതയും 3 മക്കളുടെ അമ്മയുമായിരുന്നു ബ്രിജിറ്റ്. പതുക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധിയിലും അറിവിലും താൻ ആകർഷിക്കപ്പെടുകയായിരുന്നുവെന്ന് ബ്രിജിറ്റ് ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ 17 വയസ്സുകാരനായ ഇമ്മാനുവലിനെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പാരീസിലേക്ക് പോകാൻ ബ്രിജിറ്റ് പ്രേരിപ്പിച്ചു. എന്നാൽ പോകും മുൻപ് ഇമ്മാനുവൽ ബ്രിജിറ്റിനോട് പ്രതിജ്ഞ ചെയ്തു, നിങ്ങൾ എന്തു ചെയ്താലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കും. ആ 17 വയസ്സുകാരൻ തന്റെ വാക്കും പാലിച്ചു. 2007-ൽ അദ്ദേഹത്തിന് 29 വയസ്സുള്ളപ്പോൾ 54 വയസ്സുകാരിയായ ബ്രിജിറ്റിനെ ലെഡൂഗേറ്റിൽ വെച്ച് വിവാഹം കഴിച്ചു. അതേയിടത്ത് വെച്ചാണ് 33 വർഷം മുമ്പ് ബ്രിജിറ്റ് തന്റെ ആദ്യ ഭർത്താവ് ആൻഡ്രേ ലൂയിസ് എസിയറിനെ വിവാഹം ചെയ്യുന്നത്. ചടങ്ങിൽ ബ്രിജിറ്റിന്റെ 3 കുട്ടികളും മറ്റ് കുടുംബാംഗങ്ങളും ഇമ്മാനുവലിന്റെ മാതാപിതാക്കളും പങ്കെടുത്തു. മാക്രോൺ തന്റെ വധുവിനും പുതിയ കുടുംബത്തിനും വേണ്ടി നടത്തിയ സൽക്കാരത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. ഇന്നത്തെ നിലയിലേക്ക് നിങ്ങൾ ഞങ്ങളെ എത്തിച്ചു. ഞങ്ങളെ ഞങ്ങളായതുപോലെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. ബ്രിജിറ്റിന്റെ കുട്ടികൾക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത് അവർക്ക് എളുപ്പമായിരുന്നില്ല. ഇരുവർക്കുമിടയിലെ 25 വയസ്സിന്റെ പ്രായവ്യത്യാസത്തെക്കുറിച്ച് ബ്രിജിറ്റ് LA ഫ്രാൻസിനോട് പറഞ്ഞത്, ഞാനും എന്റെ ചുളിവുകളും അവനും അവന്റെ യൗവനവും എന്നാണ്. വിവാഹിതരായതിനു ശേഷം ദമ്പതികൾ ഇമ്മാനുവൽ മാക്രോണിന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2014-ൽ ഫ്രാൻസ്വാ ഹോളണ്ടിന്റെ ഗവൺമെന്റിൽ മാക്രോൺ ധനമന്ത്രിയായപ്പോൾ ബ്രിജിറ്റ് അധ്യാപക ജോലി ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് എല്ലാത്തരം ആക്രമണങ്ങളെയും നേരിട്ട് അവർ അദ്ദേഹത്തിന്റെ പക്ഷത്ത് ഉറച്ചുനിന്നു. എന്നാൽ ബ്രിജിറ്റ് യഥാർത്ഥത്തിൽ ഇമ്മാനുവലിന് ഒരു മറയാണെന്നും അദ്ദേഹം ഒരു സ്വർഗാനുരാഗിയാണെന്നും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഇമ്മാനുവൽ ഈ വാദങ്ങൾ ശക്തമായി നിഷേധിച്ചു. ബ്രിജിറ്റ് ഷെയർസ് മൈ ഹോൾ ലൈഫ് എന്നായിരുന്നു ഗോസിപ്പുകളോട് മാക്രോണിന്റെ മറുപടി. 2017-ൽ 39-ാം വയസ്സിൽ ഇമ്മാനുവൽ ഫ്രാൻസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവായി. പ്രഥമ വനിതയായി ബ്രിജിറ്റും. ബ്രിജിറ്റ് യഥാർത്ഥത്തിൽ ഒരു പുരുഷനായിരുന്നുവെന്നും ജീൻ മൈക്കൽ എന്ന് പേരുള്ള അയാൾ ഒരു സ്ത്രീയായി മാറിയതാണെന്നുമായിരുന്നു പിന്നീട് പ്രചരിച്ച കിംവദന്തികൾ. ഈ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് കണ്ടെത്തുകയും ഈ നുണ പ്രചരിപ്പിച്ച 2 സ്ത്രീകൾ പ്രഥമ വനിതയ്ക്ക് 8,000 യൂറോ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇത്രയും അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് ഇപ്പോഴത്തെ സ്ലാപ്പ് ഗേറ്റ് വിവാദം ചൂടുപിടിക്കുന്നത്. പ്രഥമ പൗരനും വനിതയും വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഞങ്ങൾ തമാശ പറയുകയായിരുന്നുവെന്നാണ് മാക്രോണിന്റെ വിശദീകരണം. വിവാദങ്ങൾ അതിര് കടന്നതാണെന്ന് കൂട്ടിച്ചേർത്ത മാക്രോൺ ഇതൊരു തരം ഭൗമഗ്രഹ ദുരന്തമായി മാറിയല്ലോ എന്നും പരിഹസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസും സമാനമായ പ്രതികരണമാണ് നൽകിയത്. ഇത് ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിന്റെ നിമിഷമായിരുന്നു എന്നാണ് അവരുടെ വാദം. യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റും ഭാര്യയും തമാശ പറഞ്ഞ് വിശ്രമിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത് അടുപ്പത്തിന്റെ നിമിഷമാണ് എന്നാണ് ഔദ്യോഗിക കുറിപ്പ്. മാക്രോൺ ദമ്പതികൾക്ക് കുട്ടികളില്ല. ബ്രിജിറ്റിന് ആദ്യ വിവാഹത്തിൽ 3 കുട്ടികളും 7 കൊച്ചുമക്കളുമുണ്ട്. മാക്രോൺ അവരുടെ ജീവിതത്തിൽ സജീവമായി പങ്കെടുക്കുകയും അവരെ സ്വന്തം കുടുംബമായി കണക്കാക്കുകയും ചെയ്യുന്നു.